ഹായ് മക്കളെ, നാളെയാണ് നമ്മളെ എക്സാം നടക്കുന്നത്. രാവിലെ 9:30 മുതൽ 12 വരെയാണ് എക്സാമിൻ്റെ ടൈം. ഈ എക്സാം നടക്കുന്ന ഏതൊക്കെ സെൻറ്ററിലാണ് നമുക്ക് നോക്കാം. ആലപ്പുഴയിൽ നിന്ന് തുടങ്ങാം. ആലപ്പുഴയിൽ 3 എക്സാം സെൻറ്ററുകളാണുള്ളത്. ഒന്നാമത് ആലപ്പുഴ ഹൈബ്രിഡ് സെൻറ്റർ YMCA ജംഗ്ഷൻ, രണ്ടാമത് ആലപ്പുഴയിൽ ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളാണുള്ളത്. ആലപ്പുഴയിൽ മൂന്നാമത്തെ സെൻറ്റർ വരുന്നത് നായർ സമാജം HSS മാന്നാറാണ്. ഇനി നമുക്ക് എറണാകുളത്തേക്ക് പോകാം. എറണാകുളത്ത് ഒരു സെൻറ്ററാണുള്ളത് സൈലം ഹൈബ്രിഡ് ക്യാമ്പസ് കച്ചേരിപ്പടിയിലാണ്. ഇടുക്കിയിൽ നമുക്ക് ഒരു സെൻറ്ററാണുള്ളത് ഓക്സിലിയം സ്കൂൾ കട്ടപ്പനയിലാണ്. കണ്ണൂർ നമുക്ക് 2 സെൻറ്റർ ഉണ്ട്. ഒന്ന് സൈലം ഹൈബ്രിഡ് ക്യാമ്പസ് കണ്ണൂരും, രണ്ടാമത്തത് സൈലം ട്യൂഷൻ സെൻറ്റർ തലശ്ശേരിയിലാണ്. കൊല്ലത്ത് നമുക്ക് 2 സെൻറ്റർ ഉണ്ട്. സൈലം ഹൈബ്രിഡ് ക്യാമ്പസ് കൊല്ലവും, അതോടെ തന്നെ MGM സ്കൂൾ കൊട്ടാരക്കരയാണ്. കോട്ടയത്ത് നമുക്കൊരു സെൻറ്റർ ഉണ്ട്. സൈലം ഹൈബ്രിഡ് സെൻറ്റർ കോട്ടയത്താണ്. ഇനി കോഴിക്കോടാണെങ്കിൽ നമുക്ക് 2 സെൻറ്ററുകളിൽ സൈലം ഫ്യൂച്ചർ ക്യാമ്പസ് എരഞ്ഞിപ്പാലം ഉണ്ട്, അതുപോലെ തന്നെ സൈലം ലേണിംഗ് സെൻറ്റർ വടകര സെൻറ്ററുണ്ട്. കാസർഗോഡ് നമുക്ക് ഒരു സെൻറ്ററാണുള്ളത്. എല്ലാവർക്കും അറിയുന്ന പോലെ ഇക്ബാൽ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അടുത്ത മലപ്പുറത്ത് നമുക്ക് 4 സെൻറ്ററുകളുണ്ട്. ഒന്നാമത്തത് എയ്സ് പബ്ലിക് സ്കൂൾ മഞ്ചേരി, രണ്ടാമത്തത് ഫേസ് മർക്കേഴ്സ് ഇൻ്റർനാഷണൽ സ്കൂളുണ്ട്. മലപ്പുറത്ത് തന്നെ സൈലം ഹൈബ്രിഡ് സെൻറ്റർ കോട്ടക്കലുണ്ട്, അതുപോലെ തന്നെ സൈലം ട്യൂഷൻ സെൻറ്റർ പെരിന്തൽമണ്ണയുണ്ട്. പാലക്കാടാണെങ്കിൽ സൈലം ട്യൂഷൻ സെൻറ്റർ പാലക്കാടാണുള്ളത്. ഇനി പത്തനംതിട്ടയിൽ നമുക്ക് ഒരു സെൻറ്ററാണുള്ളത്, അത് കത്തോലിക്കേറ്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. തൃശ്ശൂർ നമുക്ക് ശക്തൻ ഹൈബ്രിഡ് ക്യാമ്പസ് തൃശ്ശൂരിലാണുള്ളത്. ട്രിവാൻഡ്രത്ത് നമുക്ക് 2 സെൻറ്റർ ഉണ്ട്. ഒന്ന് സൈലം സെൻറ്റർ സ്റ്റാച്യൂവിലുള്ളത്, രണ്ടാമത് സൈലം സെൻറ്റർ നെയ്യാറ്റിൻകരയുള്ളത്. വയനാട് നമുക്ക് എക്സാറ്റിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത് സെൻറ്റ് ജോസഫ് കോൺവെൻറ്റ് സ്കൂൾ കൽപ്പറ്റയാണ്. അപ്പോൾ ഓക്കെ മക്കളെ, എക്സാമിൻ്റെ ഡേറ്റും അതേപോലെ തന്നെ വെന്യൂ ഒക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി. ഈ സ്കോളർഷിപ്പ് എക്സാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മാർക്കിനനുസരിച്ച് നിങ്ങൾക്ക് 100% സ്കോളർഷിപ്പോട് കൂടി സൈലത്തിൽ നിങ്ങൾക്ക് വളരെ അടിപൊളിയായിട്ട് പഠിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വളരെ അടിപൊളിയായിട്ട് എക്സാം നാളെ എഴുതുക. ഓൾ ദ ബെസ്റ്റ് ഗൈസ്. താങ്ക് യു.